ചില ആൾക്കാരൊക്കെ എപ്പോഴും സ്വയമേ അങ്ങ് പ്രാവുക. എനിക്ക് വയ്യ, എന്തുവാ എനിക്ക് ഞങ്ങളുടെ വീട് ശരിയല്ല, അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ ഇവിടെ എല്ലാം തോന്നുന്നു. അന്നേരം വേറൊരാളടുത്ത് പറയുമ്പോൾ എനിക്കും വയ്യ, എനിക്ക് ഇവിടെ കാലിനാണ് ഇവിടെ വേദന എടുക്കുന്നത്, കൈക്ക് ഇവിടെ വേദന എടുക്കുന്നത്, എനിക്കാണെങ്കിൽ ഇവിടെ വേദന എടുക്കുന്നത്, അവിടെ വേദന എടുക്കുന്നത്. ഇതെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് നമ്മുടെ ശരീരത്തിനകത്ത് ഒരു വലിയ രോഗിയായി ഓട്ടോമാറ്റിക്കലി നമ്മൾ മാറുവാണ്. ഇൻസ്റ്റെഡ് ഓഫ് സേയിങ് ദീസ് ഓൾ, നമുക്ക് എപ്പോഴും നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ നമ്മുടെ സങ്കല്പമാണ് ഇതിനെല്ലാം എക്സിക്യൂട്ട് ചെയ്യുന്നത്. നമുക്കിത് ഈ സങ്കല്പങ്ങളാണ് നമ്മളെ ഇതെല്ലാം ഡ്രൈവ് ചെയ്ത് നമ്മൾ കൊണ്ടുവരുന്നത്. ഇപ്പോൾ നമ്മളെപ്പോഴും ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞല്ല സങ്കല്പം വരുന്നത്. നമ്മളെപ്പോഴും മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മുടെ മനസ്സിനുള്ളിലിട്ട് കറക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് ഇത് വരുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ വിചാരിക്കുക നമ്മൾ ഓക്കെയാണ്, നമ്മൾ 100% ഓക്കെയാണ്, നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, നമ്മൾ ജീവിക്കുന്ന സ്ഥലം, നമ്മുടെ വീട് സ്വർഗ്ഗമാണ്, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലം സ്വർഗ്ഗമാണ്, നമ്മൾ ഇടപെടുന്ന ആൾക്കാരെല്ലാം സൂപ്പറാണ്. ഇതൊക്കെ നമ്മൾ വിചാരിച്ച് നോക്കിയേ, നമ്മുടെ മനസ്സിൽ എങ്ങനെ തോന്നുന്നു അതാണ് നമ്മുടെ ഔട്ട്പുട്ടിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം നമുക്ക് പരിഹരിക്കാൻ പറ്റും. എപ്പോഴും നമ്മൾ കാണുന്നതെല്ലാം സ്വർഗ്ഗമാക്കാൻ നമുക്ക് കഴിയും. നമ്മൾ എത്ര വൃത്തികെട്ട സ്ഥലമാണെങ്കിലും നമ്മൾ കാണുന്ന കാഴ്ചപ്പാട് എങ്ങനെയാണോ അതിൽ നമുക്ക് സ്വർഗ്ഗമാക്കാൻ പറ്റും. നമുക്ക് ആ കഴിവിലൂടെയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചേക്കുന്നത്. അപ്പോൾ എപ്പോഴും ആ ഒരു രീതി നമ്മൾ ചിന്തിക്കുക, മുമ്പോട്ട് ജീവിക്കുമ്പോഴും ആ രീതി ജീവിക്കുക, നമ്മൾ ഹാപ്പി ആയിരിക്കും, 100% ഓക്കെ ഹാപ്പി ആയിരിക്കും.